കരിന്തളം തലയെടുക്കത്ത് കെസിസിപി ഖനനത്തിനെതിരെ നടക്കുന്ന ജനകീയ സമരം 159 ദിവസം പിന്നിട്ടു. നിലവിൽ നടക്കുന്ന ഉപരോധ സമരം അതേപടി തുടർന്ന് ഒരാഴ്ചയ്ക്കകം സമരത്തിന്റെ വിജയപ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ് കർമ്മസമിതി. സമരം ആരംഭിച്ച ദിവസം മുതൽ തലയെടുക്കത്ത് ഖനനം നിലച്ചിരിക്കുകയാണ്. കെസിസിപി കരിന്തളം തലയെടുക്കത്ത് നടത്തുന്ന ഖനനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച അനിശ്ചിതകാല ഉപരോധ സമരം രണ്ടാം ദിവസം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമരം വിജയിച്ച ചരിത്രം മാത്രമേ ഉള്ളൂവെന്നും തൊഴിലാളികളെ പുനരധിവസിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 11 മണി വരെയാണ് ഉപരോധം നടക്കുന്നത്. ഖനനത്തിനെതിരെ ജനകീയ സമരം ആരംഭിച്ചതു മുതൽ കഴിഞ്ഞ 159 ദിവസമായി പ്രദേശത്ത് പൊതുമേഖലാ സ്ഥാപനമായ കേരള ക്ലേസ് ആൻഡ് സിറാമിക് പ്രോഡക്ട്സ് നടത്തിവരുന്ന ഖനനം നിലച്ചിരിക്കുകയാണ്. വരുന്ന 10 ദിവസം കൂടി ഇതേ നിലയിൽ സമരം തുടർന്നാൽ സമരം വിജയപ്രഖ്യാപനം നടത്താനുള്ള നീക്കത്തിലാണ് സമരസമിതി. സ്ഥാപനത്തിന്റെ ഗേറ്റ് താഴിട്ട് പൂട്ടിക്കൊണ്ടായിരിക്കും വിജയപ്രഖ്യാപനം നടത്തുകയെന്ന് സമരസമിതി അംഗങ്ങൾ സൂചിപ്പിച്ചു. സമരപ്പന്തലിൽ ചൊവ്വാഴ്ച ഡിവൈഎഫ്ഐ നേതൃത്വം ലഘുഭക്ഷണ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലക്ഷ്മണൻ അധ്യക്ഷനായിരുന്നു. കെ.പി. സഹദേവൻ, പി. മണി, കെ.പി. ചിത്രലേഖ, എം. കുഞ്ഞുമാണി, പാർക്വൽ രാജൻ, വി. യശോദ, ടി. കെ. രവി, സുധാകരൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.